So welcome to our Sunday of our life. In the breakfast scenes എല്ലാം കഴിഞ്ഞിട്ട് ഇന്ന് സൺഡേ ആയതുകൊണ്ട് വി ഹാവ് സം മെനി അതർ പ്ലാൻസ് എന്തൊക്കെയോ ഐറ്റിനറീസ് ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് വ്യക്തമായിട്ട് അറിയില്ല. ബൈ ദ വേ കാണാം എന്താ ഐറ്റിനറി കാര്യങ്ങളൊക്കെ. സോ വി ആർ ഓഫ് ടു സംവേർ. സോ വെൽക്കം ബാക്ക് ടു ശാന്തിനി സുനാഥ് യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ ഡോക്യുമെൻ്റ് ചെയ്യാൻ പോകുന്നത് ഞങ്ങളുടെ ലൈഫിൽ ഒരു ബ്യൂട്ടിഫുൾ ആൻഡ് ഫുള്ളി എൻജോയ് ചെയ്ത ഒരു സൺഡേ ആണ്. ഇതാണ് എൻ്റെ ചെറിയ നമ്മളെങ്ങോട്ടാ പോണേ? പെരുമ്പാവൂർ, ഇഞ്ചത്തൊട്ടി സസ്പെൻഷൻ ബ്രിഡ്ജിലാണ് ഫസ്റ്റ് പോകുന്നത്. പിന്നെ ആദ്യം അങ്ങോട്ട് പോയതിനു ശേഷം പിന്നെ ബാക്കി പറയാല്ലേ. ഇവിടെ പ്ലാൻ എന്താ? അതെ, 15 കിലോമീറ്റർ വ്യത്യാസത്തിൽ വേറെ 2-3 സ്ഥലം കൂടെ ഉണ്ട്. അവിടെയാണോ ഈ അയച്ചിരുന്ന മറ്റേ ആ ഒരു വീടുള്ളത്, കുന്നിന്റെ മുകളിലുള്ള മേഘപ്പാളി? അയ്യോ, അതവിടെ തന്നെ അല്ലേ? ഏകദേശം അടുത്ത് തന്നെ വരും. അപ്പം അവിടെ പോകും. അവിടെ പക്ഷെ വൈകുന്നേരം പോയിട്ട് വരുള്ളൂ. നമുക്ക് വൈകുന്നേരം അവിടെ നമുക്ക് സൺസെറ്റിന്റെ സമയത്ത് എത്താം. എല്ലാ സൺഡേസിലെയും ഈ 2 വ്യക്തികളുടെ മെയിൻ ഡ്യൂട്ടിയാണ് ഐറ്റിനറി പ്ലാൻ ചെയ്യുക എന്നുള്ളത്. പ്ലാൻ ചെയ്യുന്നതും എക്സിക്യൂഷൻ ചെയ്യുന്നതും ഇവരായതുകൊണ്ട് പലപ്പോഴും ഡെസ്റ്റിനേഷൻ എത്തുമ്പോഴാണ് ഡെസ്റ്റിനേഷൻ ഏതാണെന്ന് നമ്മൾ അറിയാറ്. ഇന്നത്തെ ജേണിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇന്ന് എറണാകുളത്ത് നിന്ന് കുറച്ച് മാറിയിട്ടാണ് നമ്മൾ ഡെസ്റ്റിനേഷൻസ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇന്നത്തെ ഈ ഒരു യാത്രയിൽ ഞങ്ങൾ 4 പേരുമല്ല, എൻ്റെ സിസ്റ്ററും ബ്രദറും എല്ലാവരും ഉണ്ട്. ഇനി ഇന്നത്തെ യാത്ര എങ്ങോട്ടാണെന്ന് പറയട്ടെ. കേരളത്തിലെ ഏറ്റവും വലിയ തൂക്കുപാലം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തേക്കാണ് നമ്മളിന്ന് പോകുന്നത്. എറണാകുളം ജില്ലയിലെ കോതമംഗലം എന്ന സ്ഥലത്തേക്ക്. സിന്ദൂര പൊട്ടു തൊടുമ്പോൾ നെറ്റിയിലെന്നും സൂര്യനുദിച്ചിരുന്നു, പണ്ടെന്നും സൂര്യനുദിച്ചിരുന്നു. തിരയിളകും സ്നേഹ കടലിലെന്നും ചിത്തിനിറയുമല്ലോ, കരുണതൻ മുത്തു പൊഴിയുമല്ലോ. ഓണവിലാവല്ലേ അമ്മയെന്നും നല്ല മരമല്ലേ, ആരെ കണ്ടാലും അവരെല്ലാം അമ്മയ്ക്ക് കുഞ്ഞുങ്ങൾ. ഞാനും അമ്മയ്ക്ക് പൊന്നുണ്ണി, എന്നും പൊന്നുണ്ണി. അമ്മ മനസ്സ്, അമ്മ മനസ്സ് മുറ്റത്തെ തുളസി പോലെ, മുറ്റത്തെ തുളസി പോലെ. ഈ ഒരു സ്ഥലത്തേക്ക് പോകുന്നത് വരെ എറണാകുളത്ത് ഇത്രയും ഭംഗിയുള്ളൊരു സ്ഥലമുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. ഇഞ്ചത്തൊട്ടി സസ്പെൻഷൻ ബ്രിഡ്ജ് എറണാകുളം ജില്ലയിലെ കോതമംഗലം, നേര്യമംഗലം എന്നിവയ്ക്ക് അടുത്തുള്ള ഒരു ഗ്രാമമാണ് ഇഞ്ചത്തൊട്ടി എന്ന് പറയുന്നത്. ഇവിടെ സ്ഥിതി ചെയ്യുന്ന തൂക്കുപാലമാണ് ഇഞ്ചത്തൊട്ടി സസ്പെൻഷൻ ബ്രിഡ്ജ്. കേരളത്തിലെ ഏറ്റവും വലിയ തൂക്കുപാലം. ഇരുവശങ്ങളും കാടുകളാൽ മൂടപ്പെട്ട് പെരിയാർ നദിക്ക് കുറുകെയാണ് ഈ പാലം സ്ഥിതി ചെയ്യുന്നത്. 180 മീറ്റർ നീളവും 1.2 മീറ്റർ വീതിയുമുള്ള ഈ ഒരു പാലം കേരളത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയ തൂക്കുപാലമാണ്. എന്നെ ഏറ്റവും കൂടുതൽ സർപ്രൈസ് ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത്, എറണാകുളത്ത് ഇങ്ങനൊരു സ്ഥലമുണ്ടെന്ന് ഞാൻ ഇമാജിൻ പോലും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എറണാകുളം എന്ന് പറയുമ്പോൾ നമ്മളുടെ ഉള്ളിലേക്ക് വരുന്നൊരു പിക്ചറുണ്ട്, പക്ഷെ അതിനെല്ലാം പൊളിച്ചെഴുതുന്നതായിരുന്നു ഈ ഒരു ഗ്രാമം. ഒരുപാട് മൂന്നാറിൻ്റെയും പാലക്കാടിൻ്റെയും കോയമ്പത്തൂരിൻ്റെയും എല്ലാം ചായ കലർന്ന ഒരു നല്ല സ്ഥലം, ഒരു ഗ്രാമപ്രദേശം. So you reached halfway. Go. Are we done? ഈ സിംഗപ്പണ്ണല്ലേ? വാ. അയ്യോ, ഞാൻ അതാ പിടിച്ചിരിക്കുന്നു. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? അടിപൊളിയായിരുന്നു. നൈസ്. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? ഞാൻ ആദ്യമായിട്ടാണ് മുക്കാലത്ത് പിന്നെ നമ്മൾ പ്രാവശ്യം കയറിയിട്ടുണ്ട്. നമ്മൾ പ്രാവശ്യം വയനാട് പോയപ്പോ ചെറുതില്, ചെറിയ തൂക്കുപാലത്തില്. വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെ. എന്താ
ആൻഡ് ഈ ഒരു തൂക്കുപാലത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ ഇപ്പോൾ വളരെ ഭംഗിയായി തോന്നുന്നെങ്കിലും അതിൽ എക്സ്പീരിയൻസ് കുറച്ച് ഭയാനകമായിരുന്നു. ഇതിലെത്രത്തോളം അതിൻ്റെ ആ ഒരു ഭീകരത കാണുന്നുണ്ടെന്ന് അറിയില്ല. നല്ലോണം ആടുന്നുണ്ടായിരുന്നു ഈ ഒരു പാലം. അപ്പോൾ ഈ അഡ്വഞ്ചേഴ്സൊക്കെ ഇഷ്ടപ്പെടുന്ന ഈ ഒരു ഭംഗി, ആകാശത്തിൻ്റെ മുകളിലൂടെ ഒരു യാത്രയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അവർക്കെല്ലാവർക്കും ഈ ഒരു സ്ഥലത്തേക്ക് വരാം. പവി എങ്ങനെ ഉണ്ടായിരുന്നു? ഏത് തൂക്കുപാലാണോ ഫിഷ് സ്പാ ആണോ? തൂക്കുപാലം കുറച്ച് അഡ്വഞ്ചർ ആയിരുന്നു. ഫിഷ് സ്പാ സൂപ്പർ. തൂക്കുപാലം എങ്ങനെ ഉണ്ടായിരുന്നു? തിരിച്ചെങ്ങനെ പോവാന്നാണ് ആലോചിക്കുന്നത്. എവിടെ തട്ടണില്ല. അപ്പൊ BGM കൂട്ടിട്ടെടുത്താൽ മതി. എനിക്കും അമ്മൂന് മാത്രമാണ് പേടി തോന്നിയത്. ബാക്കിയുള്ളവരെല്ലാം വളരെ എൻജോയ് ചെയ്തിട്ടാണ് ആ പാലം ക്രോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആകാശത്തിൻ്റെ മുകളിലൂടെ പുഴയും ആസ്വദിച്ച് നടന്നിട്ടുള്ള യാത്ര. ഈ ഒരു യാത്ര ഒരുപാട് സ്പെഷ്യലായിരുന്നു. പാലം ഇറങ്ങിയതിന് ശേഷം ഒന്നുകൂടി പേടിയില്ലാതെ എൻജോയ് ചെയ്ത് നടക്കായിരുന്നു എന്നൊരു തോന്നലുണ്ടായിരുന്നു. പക്ഷേ നീന്തൽ അറിയില്ല എന്നത് തന്നെയായിരിക്കും ആ പേടിക്ക് പിന്നിലെ രഹസ്യം. ഇപ്പൊ പാലിറങ്ങി കഴിഞ്ഞപ്പോ എനിക്ക് പേടിയൊന്നുമില്ല കേട്ടാ. ഇപ്പൊ പേടിയൊന്നും. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് തൂക്കുപാലം? നല്ല എക്സ്പീരിയൻസ് ആണ്. എൻ്റെ വൈഫിന് ധൈര്യം കൂടുതലായതുകൊണ്ടും സിംഗപ്പെണ്ണായതുകൊണ്ടും ഒരു പേടിയും ഞാൻ മുഖത്ത് കണ്ടില്ല. പക്ഷെ അടുത്ത് നമ്മൾ പോകുന്നത് മാമലക്കണ്ടം പോകാൻ വിചാരിക്കുന്നുണ്ട്. പക്ഷെ ട്രക്കിംഗ് ആണ്, 3 മണിക്കൂറോളം പിടിക്കുന്നു തോന്നുന്നു. നമുക്ക് സമയപരിമിതി കൊണ്ട് ചിലപ്പോൾ പോകാൻ ചാൻസ് ഉള്ളൂ. പിന്നെ വിചാരിക്കുന്നത് എൻ്റെ സ്ഥലത്തിൻ്റെ പേര് ഇടമലയാർ, അവിടെ ഒന്ന് പോകാൻ വിചാരിക്കുന്നുണ്ട്. പിന്നെ ഭൂതത്താങ്കെട്ടുണ്ട്, അവിടെയാണ് ഇപ്പം ഏകദേശം കൺഫേം ആയിട്ടുള്ളത്. അങ്ങോട്ടാ പോണേ? അതെ അതെ. രാക്ഷസന്റെ ശരീരം, പിഞ്ചു കുഞ്ഞിന്റെ ബുദ്ധി. എന്തോ പാറ. വയസ്സെത്രയാന്ന് പറഞ്ഞ്? 38 വയസ്സ്. ആചാരം ചേർത്ത് എല്ലാവരും ഇതെന്തത്? ഷർട്ട് മുമ്പടിക്കും മുമ്പടിക്കും അവിടെ നോട്ടി. ഇപ്പം തന്നെ സമയം ഒരു 2 മണി 2:30 ആയിട്ടുണ്ട്. സോ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് അഫ്കോഴ്സ് ഫുഡ് കഴിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ ഒന്നും നല്ല ഫുഡ് സ്പോട്ടുകൾ ഉണ്ടായിരുന്നില്ല. കിട്ടിയ സ്ഥലത്ത് നമ്മൾ ഫുഡ് കഴിച്ചു ഇറങ്ങി. ഭൂതത്തിൻ്റെ പേരിലൊരു ഡാമുണ്ട് എറണാകുളത്ത് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? യെസ്, അടുത്തത് നമ്മൾ പോകുന്നത് ഭൂതത്താൻകെട്ട് ഡാമിലേക്കാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ എത്തിയപ്പോൾ 4 മണി കഴിഞ്ഞതുകൊണ്ട് നമുക്ക് ഭൂതത്താൻകെട്ട് കാണാൻ കഴിഞ്ഞില്ല. ഓൾഡ് ഭൂതത്താൻകെട്ട് കാണാനുള്ള അവസരം ഉണ്ടായില്ല. പഴയ ഭൂതത്താൻകെട്ട് കാണാൻ പറ്റാത്തതിൽ എനിക്കൊരു ചെറിയ സങ്കടം ഉണ്ടായിരുന്നു. എന്നാലും പുതിയ ഭൂതത്താൻകെട്ട് ഡാമും അതിനോടടുത്തുള്ള പാർക്കെല്ലാം നമ്മൾ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എറണാകുളം കോതമംഗലത്ത് നിന്ന് 11 കിലോമീറ്ററാണ് ഇങ്ങോട്ടുള്ളത്. എൻട്രൻസ് ഫീസ് ഒരു 10 രൂപയും കാറിന് പാർക്കിംഗ് ചാർജ് ഒരു 20 രൂപയാണ് ഇവിടെ വരുന്നത്. ആക്ച്വലി ഭൂതങ്ങൾ നിർമ്മിച്ചു എന്ന് കരുതപ്പെടുന്ന ഒരു ഡാമാണിത്. ഏതാണ്ട് 2500 വർഷങ്ങൾക്ക് മുമ്പ് ഭൂതങ്ങൾ കരിങ്കല്ലിൽ നിർമ്മിച്ചു എന്ന് കരുതപ്പെടുന്ന ഒരു തടയണ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഐതിഹ്യം എന്ന് പറയുന്നത്. 1964 നിർമ്മിച്ച 15 ഷട്ടറുകളോട് കൂടിയുള്ള ഡാമാണ് ഭൂതത്താൻകെട്ട് ഡാം. നിലവിൽ ഈ ഡാമിന് 2 ഷട്ടറുകളാണ് തുറന്നിട്ടിരിക്കുന്നത്. ഈ ഒരു സൺഡേയിൽ ഐറ്റിനറി ആരാ പ്ലാൻ ചെയ്തതെന്ന് അറിയില്ല. പക്ഷേ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ഫുള്ളി എൻജോയ് ചെയ്തൊരു സൺഡേ ആയിരുന്നു ഈ ഒരു സൺഡേ എന്ന് പറയുന്നത്. ഒരുപാട് നല്ല മൊമെൻറ്റ്സുമായിട്ട് നല്ലൊരു സൺഡേ. എല്ലാവരും ഈക്വലി എൻജോയ് ചെയ്ത ഒരു നല്ല സൺഡേ.
അവിടെ നിന്നെല്ലാം വൈൻഡപ്പ് ചെയ്ത് തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ ഒരു 8:30 ആയിട്ടുണ്ട്. പിന്നീട് പുറത്തുനിന്നാണ് ഫുഡൊക്കെ കഴിച്ചത്. ഫുഡ് കഴിച്ച് ഈ ഒരു ഡേ വൈൻഡപ്പ് ചെയ്തു. സോ ഗ്രേറ്റ്ഫുൾ ഫോർ ദിസ് സൺഡേ. സോ ഹോപ്പ് യു എൻജോയ് ദിസ് വ്ളോഗ്. So see you on the another vlog.